സമയത്തെ നിയന്ത്രിക്കാനാകില്ല, ഇത് വ്യക്തമായി മനസ്സിലാക്കണം. ആർക്കും സമയത്തെ നിയന്ത്രിക്കാനാവില്ല. നിങ്ങളുടെ അനുഭവത്തിലൂടെ ഇതിനെ നോക്കൂ. നിങ്ങളിവിടെ ഇരിക്കുന്നു, സമയം ഒരേ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഞാൻ സംസാരിക്കുന്നു, സമയം എനിക്കും അതേ വേഗതയിൽ പോകുന്നു. നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾക്കും സമയം അതേ വേഗതയിൽ കടന്നു പോകുന്നു. ഒരാൾ ഉറങ്ങുകയാണ്, അയാൾക്കും സമയം അതേ വേഗതയിൽ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ എന്തു ചെയ്താലും, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ലെങ്കിലും, നിങ്ങൾ രണ്ടു കാലിൽ നിന്നാലും തലകുത്തി നിന്നാലും സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ജീവിതത്തിലെ മാറ്റമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒന്നിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ഊർജം, ചുറ്റുമുള്ള ലോകം എന്നിവയെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുക എന്നതാണ്. ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനാകും. പക്ഷെ നിങ്ങൾക്ക് സമയത്തെ നിയന്ത്രിക്കാനാവില്ല. അത് നിങ്ങളുടെ കൈകളിലല്ല. ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവം ഭൗതികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം സമയമെന്ന മാനം നിങ്ങളുടെ കൈകളിലല്ല. ഭൗതികതയുമായി ബന്ധമില്ലാതെ ഇവിടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ എങ്കിൽ മാത്രം സമയം നിങ്ങളെ സ്പർശിക്കുകയില്ല. ഭൗതികമായതെല്ലാം സമയത്താൽ ബന്ധിതമാണ്. ഭൗതികതയ്ക്ക് അതീതമായ സകലതിനും സമയത്തിന് യാതൊരു സ്വാധീനവുമില്ല. അപ്പോൾ ഇതിനുവേണ്ടിയാണ് ആത്മീയ പ്രക്രിയ. ആത്മീയത എന്നാൽ അമ്പലത്തിലോ പള്ളിയിലോ മസ്ജിദിലോ പോകുകയെന്നല്ല. നിങ്ങൾക്ക് പോകാം, പോകാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം ഭൗതികതയ്ക്ക് അതീതമായ ഒരു മാനം നിങ്ങളുടെ ജീവിത അനുഭവമായി മാറുക എന്നതാണ്. അപ്പോൾ മാത്രമേ സമയം നിങ്ങളുടെ നിയന്ത്രണത്തിലാവുകയുള്ളൂ.